ഞാൻ ഒട്ടും ഒരു മോർണിംഗ് പേഴ്സൺ അല്ലാത്ത ഒരാളാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ഈ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതെന്നാണല്ലേ ഒരു രസം. ഇതെൻ്റെ ലാസ്റ്റ് ഡേ ഓഫാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ജോയിൻ ചെയ്യണം. അതായത് 27th April എനിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യണം. പുറത്തിറങ്ങാവോ, എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നറിയത്തില്ലാത്ത കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ഒരു ടൈമാണിപ്പം. ഞാൻ ഈ വ്ലോഗ് ഇടുന്ന സമയത്ത് ഇപ്പം ഓൾറെഡി 1 month കഴിഞ്ഞിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇതെടുക്കുമ്പോൾ വിചാരിച്ചിരുന്നത് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാനിത് പോസ്റ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. സോ നൗ ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നുന്നത്. പക്ഷെ അന്ന് എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. കാരണം ഒറ്റയ്ക്കൊരു നാട്ടിൽ എനിക്കെപ്പോഴും മാറി താമസിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. എനിക്ക് തന്നെ ഒരു റൂമിൽ എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്കൊരു ഡേ ഫുള്ള് ഒന്നും ചെയ്യാണ്ട് സ്പെൻഡ് ചെയ്യാനും എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തോന്നൽ, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയതുപോലെ എനിക്ക് തോന്നി. അതെന്താണോ അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെ കൂടെ പോലും അല്ല, ഞാൻ മലയാളീസിൻ്റെ കൂടെയല്ല സ്റ്റേ ചെയ്യുന്നത്, ഫിലിപ്പീൻസിൻ്റെ കൂടെയാണ്. ഓൾറെഡി എനിക്ക് ഫിലിപ്പീൻസ് റിലേറ്റഡ് ആയിട്ടൊരു ട്രോമ എനിക്ക് ലാസ്റ്റ് ടൈം വന്നുകൊണ്ടുള്ളത് കൊണ്ട് ഈ തവണ അവരോടെയാണ് സ്റ്റേ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് തൊട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡ്. കാരണം ഇവർക്ക് എപ്പോഴും അപ്പന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പഠിച്ചെടുത്തുനിന്ന് നോ ഷെയറിങ്, അപ്പന എല്ലാ സാധനങ്ങളും അവനവൻ്റെ സാധനങ്ങളെടുത്ത് പൂട്ടി വെക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എന്തോ ഞാൻ അവരെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഹയർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞങ്ങളുടെ തന്നെ വേറൊരു കമ്പനിയുടെ സ്റ്റാഫാണ് ഇവരെല്ലാവരും. ഇവർ മൂവിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടും ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടും നമ്മൾ തമ്മിലുള്ള പൊസിഷൻ തമ്മിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്നെ മാഡം എന്ന് വിളിച്ചേ പറ്റുള്ളൂ. അത് ഇവിടുത്തെ എന്തോ റൂളാണ്, എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ഭയഭക്തി ബഹുമാനം എന്നോടുണ്ട്. അതുകൊണ്ട് അവരെന്നെ തല്ലിക്കൊല്ലാണ്ട് വെറുതെ വിടുന്നു. അല്ലെങ്കിൽ യൂഷ്വലി ഇവരുടെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടമാണ് എല്ലാവരും തമ്മിൽ. ഒരു സാധനം എടുക്കാൻ പാടില്ല, വെക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ ടോക്സ് എല്ലാ ദിവസവും തമ്മിൽ എല്ലാവരുമായിട്ട് ഗ്രഡ്ജസ് തീർക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പിന്നെയും ഞാനുള്ളതിൻ്റെ പേരിലാണ് ഇവരെല്ലാം ഒന്ന് അടങ്ങിയിരിക്കുന്നത്. സോ ഇവിടെ വന്നതിന് ശേഷം ഇതൊരു പുതിയ അനുഭവമായിരുന്നു.